എനിക്കറിയത്തില്ല അങ്ങനെ ഒരു പീഡനക്കാര്യം. എന്നോട് ആരോടൊക്കെ ചോദിച്ചു വല്ല അറിയാം, ഞാൻ എനിക്കറിയില്ല. അയ്യോ എനിക്കറിയില്ലല്ലോ. സ്കൂളിൽ പോണം എന്ന് പറഞ്ഞ് സുധിച്ചേട്ടനോട് വഴക്ക് പറഞ്ഞു. കിച്ചനോടല്ല, സുധിച്ചേട്ടനോട് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. സുധിച്ചേട്ടൻ ഷൂട്ടിന് കൊണ്ടുപോകണ്ട അങ്ങനെ ഒരു പോയിന്റ് എന്തോ പറഞ്ഞു. അങ്ങനെ നമ്മുടെ രേണുസുതി നാട്ടിലെത്തിയിരിക്കുകയാണ്. പതിവ് പോലെ ഒരുപാട് മീഡിയക്കാർ ചുറ്റിനുമുണ്ട്. അത് പിന്നെ രേണു എവിടെ പോയി കഴിഞ്ഞാലും കുറേ മീഡിയക്കാർ കാണുമല്ലോ. ഈ പകുതി മീഡിയക്കാരെയും രേണു വിളിച്ചു വരുത്തുന്നതാണ്. അതാണ് ഏറ്റവും വലിയ കോമഡി. എന്തായാലും കുറച്ച് കാര്യങ്ങളൊക്കെ രേണുവിൻ്റെ ചേച്ചിയും വന്നിരുന്ന് സംസാരിക്കുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. ജീവിക്കണം. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഋതപ്പൻ 6 വയസ്സേ ഉള്ളൂ, അവൻ കുഞ്ഞാണ്. അവന് വേണ്ടിയിട്ട് എന്തായാലും ജീവിച്ചേ പറ്റത്തുള്ളൂ. അത് ഞാൻ മുന്നോട്ട് അങ്ങനെ തന്നെ ചെയ്യും. ഞാൻ പണ്ട് ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലേ. പണ്ട് പറയുന്നത് ഞാൻ 2 പിള്ളേർക്ക് വേണ്ടി കഷ്ടപ്പെടുമായിരുന്നു എന്നാണല്ലേ. ഇപ്പം എന്തായാലും കിച്ചുവിനെ അങ്ങ് മാറ്റി. ഇനി ഋതപ്പനായി. എനിക്ക് ഋതപ്പന് വേണ്ടി ജീവിക്കണം, അതിന് ഞാൻ എന്തും ചെയ്യും, ആ ഒരു രീതിയിലോട്ടായി. എത്ര പെട്ടെന്നാണ് ഒരു മനുഷ്യൻ്റെയൊക്കെ സ്വഭാവം മാറുന്നത് നിങ്ങൾ കണ്ടില്ലേ. ഇതിൻ്റെയൊക്കെ പേരിൽ തന്നെയാണ് ഈ പറയുന്ന കിച്ചു കൊല്ലത്ത് പോയി നിൽക്കാൻ കാരണം. പിന്നെ ഇവരുമായിട്ട് ഒരു കണക്ഷനും ഇല്ല എന്ന് അവൻ്റെ വീഡിയോയിൽ എടുത്തു പറഞ്ഞത്. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചെയ്തിട്ടുണ്ട്, നോക്കിയിട്ടുണ്ട്. 22 വയസ്സുള്ളൊരു കുട്ടിയാണ്. അപ്പം ഇപ്പോൾ ഈ 22 വയസ്സുള്ള കുട്ടിയാണെന്നൊക്കെ ഉള്ളൊരു ഓർമ്മ വന്നോ? പണ്ട് അങ്ങനെ അല്ലായിരുന്നല്ലേ. നാഴിക്ക് 40 വട്ടം അയ്യോ എൻ്റെ കിച്ചു, എൻ്റെ ഋതപ്പൻ എന്നൊക്കെ പറഞ്ഞ് എന്തെല്ലാം പ്രഹസനമാണ് നിങ്ങൾ കാണിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം പറയാം കിച്ചുവിന് സ്വന്തം കാലിൽ നിൽക്കാനുള്ളൊരു കഴിവായി. 22 വയസ്സായി, ഞാനല്ല ചിലവിന് കൊടുക്കണ്ടേ എന്നൊക്കെയുള്ള രീതിയിൽ. എന്തുവാടേ ഇത് സപ്പോർട്ട് ചെയ്യുന്ന വേറെ കുറച്ച് ആൾക്കാർ. നിങ്ങളോടൊക്കെ എനിക്ക് പുച്ഛം മാത്രമാണ്. കാര്യം എന്ത് കണ്ടിട്ടാണ് ഈ ഒരു സ്ത്രീയെ സപ്പോർട്ട് ചെയ്യുന്നത്? കാര്യം ഈ സ്ത്രീ കാണിക്കുന്ന ഒരു വേർതിരിവുണ്ടല്ലോ ആ ഒരു പയ്യൻ്റെ അടുത്ത്, അതിനെയാണ് നമ്മളെല്ലാവരും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്, അതിനെയാണ് നമ്മൾ വിമർശിക്കുന്നത്. വളർന്നു വന്ന കുട്ടിയാണ്, പ്രായപൂർത്തിയായ കുട്ടിയാണ്. ഇനി അവന്റെ സ്വന്തമായിട്ട് സമ്പാദിക്കാനായി ജീവിക്കട്ടെ. എനിക്ക് എന്തായാലും ഇങ്ങനെയൊക്കെയുള്ളൊരു ചിന്താഗതിയൊക്കെ ഈ കിച്ചുവിൻ്റെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ ഈ രേണുവിൻ്റെ കുടുംബക്കാരും എല്ലാവരും കൂടെ ആ വീട്ടിനകത്ത് കയറി കിടന്ന് ഉറങ്ങത്തില്ലായിരുന്നു. എന്തായാലും അവൻ്റെ ലൈഫിൽ അവന് കിട്ടാത്ത കുറേ കാര്യങ്ങൾ, അതായത് ഈ പറയുന്ന സ്നേഹമായിക്കോട്ടെ, ഒരു കെയർ ആയിക്കോട്ടെ, ഇതൊന്നും അവൻ്റെ ലൈഫിൽ ഒരു മനുഷ്യരുടെയും ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടില്ല. അതിനെ പറ്റിയിട്ട് ആ പയ്യൻ വന്ന് തുറന്ന് പറഞ്ഞത്. പിന്നെ രേണുവിനെ പറ്റിയിട്ട് വലുതായിട്ടൊന്നും അവൻ്റെ വീഡിയോയിൽ സംസാരിച്ചില്ല. പക്ഷേ കേൾക്കുന്ന ആൾക്കാർക്ക് അവൻ എന്താ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കാൻ പറ്റും. രേണു ഇപ്പോഴും പറയുന്ന കണ്ടില്ലേ, രേണുവിൻ്റെ ആ ഒരു സംസാരവും രീതിയൊക്കെ കണ്ടില്ലേ. രേണുവിന് യാതൊരു പ്രശ്നവുമില്ല. കിച്ചു വീഡിയോ ഇട്ടതിൻ്റെ അന്ന് തന്നെ വന്നിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു, എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല, എല്ലാവരും എന്തിനാ എന്നെ കണ്ടന്റ് ആക്കുന്നത് എന്ന് പറഞ്ഞ സ്ത്രീയാണത്. ഇപ്പം അവരുടെ ആ ഒരു സംസാര രീതിയൊക്കെ കണ്ടില്ലേ. ഡ്രഗ് മാഫിയുടെ കാരിയറാണ്. മനസ്സിലായോ? അവിടെ അമ്മച്ചിയാ ഡ്രഗ് മാഫിയുടെ കാര്യം. ഷെഫീന ബീവിയുടെ കിട്ടിയോ? അവളുടെ അമ്മച്ചി കിട്ടിയോന്നൊക്കെ ചോദിക്കുന്നത് ഇതിനപ്പുറം വിളി ഏത് നിമിഷവും പ്രതീക്ഷിച്ചോ. സ്വപ്നം പോലും കാണാത്ത വിളി ഷെഫീന ബീവി ഒന്ന് വിളിച്ചിരിക്കും. കാര്യം ഇവരുടെ ഒരു സ്റ്റാൻഡേർഡാണിത്. ഒരു മനുഷ്യർ നിങ്ങളെ പറ്റിയിട്ട് എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളെ തെറി വിളിക്കുന്നുണ്ടെങ്കിലോ നിങ്ങളതിന് ചെവികൊള്ളാനും അതിന് മറുപടി പറയാനും നിങ്ങൾ എന്തിനു പോകണം? നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ മൈൻഡ് ചെയ്ത് വിട്ടുകൂടെ? നിങ്ങൾ നേരെ മറിച്ച് മീഡിയക്കാരെ വിളിച്ചിട്ട് അവരുടെ തള്ളയ്ക്ക് ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവർ കേട്ടോണ്ടിരിക്കുമോ? ഇതാ ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് യാതൊരുവിധ ബോധവും ഇല്ലെന്ന്. ലഹരി ഉപയോഗിക്കുന്ന കാര്യം അറിയാമായിരുന്നോ? അറിയില്ല. അവൻ തുറന്നു പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ടോ? കിച്ചു ലഹരി ഉപയോഗിക്കുന്ന കാര്യം അറിയാമെന്ന് നോക്കുമ്പോഴത്തേക്ക് ഇല്ല എന്നും പറഞ്ഞ് ചിരിക്കുവാണ്. അതായത് ഞാനായിട്ട് എന്തിനാണ് പറയുന്നത്? ഞാനായിട്ടത് പറയുന്നില്ല. മനസ്സിലായ? ഇവർ പഠിച്ച കള്ളിയാണ് ഈ ഒരു സ്ത്രീ. കാര്യം ഇവർക്കറിയാം ഇവരുടെ വായും കൊണ്ട് ഇപ്പോൾ ഇത് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു ഇതാവും. ഇതിപ്പോൾ ഞാൻ തരുന്ന നിനക്കൊരു ഔദാര്യമാണ് എന്നൊക്കെയുള്ള ഒരു മട്ടും ഭാവമാണ് രേണുവിൻ്റെ മുഖത്ത്. ആ രേണുവിൻ്റെ ചിരി കാണുമ്പോൾ അറിയാം. തോന്നിയിട്ടുണ്ട് അങ്ങനെ അവൻ ലഹരി ഉപയോഗിക്കുന്ന ഒരാളാണെന്ന്. സ്വന്തം മക്കള് എന്ത് ചെയ്താലും ചെയ്തില്ല നമുക്ക് അങ്ങനെ തോന്നും. സ്വന്തം മക്കൾ എന്ത് ചെയ്താലും അങ്ങനെയൊക്കെ തോന്നുന്നു. കുറച്ച് മുന്നേ പറഞ്ഞ ഡയലോഗ് എന്തുവാ? അവന് സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തിയായി, ഇനി അവൻ്റെ കാര്യം നോക്കട്ടെ എന്ന്, എനിക്ക് എൻ്റെ ഋതപ്പനെ നോക്കണമെന്ന്. ഇപ്പോൾ നേരെ മറിച്ചിട്ട് കണ്ടില്ലേ, സ്വന്തം മക്കൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കണ്ടാൽ മനസ്സിലാകുമെന്ന്. മക്കളുടെ ഒരു ചേഞ്ചസ് മനസ്സിലാക്കാൻ പറ്റുന്നത് അമ്മമാർക്കും അച്ഛനുമാണ്. അതായത് എന്തെങ്കിലും ഒരു ചെറിയ ചേഞ്ചസ് മതി, അത് അവർക്കത് പെട്ടെന്ന് ക്യാച്ചാവും വേറെ ആൾക്കാരെ കാട്ടി. ഇവിടെ രേണു പറയുന്നുണ്ടല്ലേ, സ്വന്തം കൂടപ്പറപ്പുകൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കങ്ങനെ അത് മനസ്സിലാക്കാൻ പറ്റില്ലെന്ന് എന്തെങ്കിലും തോന്നുന്നു. ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത് എൻ്റെ അമ്മയ്ക്ക് അത് തോന്നും. ഏതൊരു മാതാപിതാക്കൾക്കും സ്വന്തം മക്കളുടെ ഒരു ചെറിയ ചേഞ്ചസ് മതി, അത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്.
ഞാൻ അതിനെപ്പറ്റിയൊന്നും കൂടുതൽ പറയുന്നില്ല. അതെങ്ങനെയാണ് സ്വന്തം മകൻ്റെ കഴുത്തിലൊരു മുറിവിൻ്റെ പാട് വന്നത് പോലും രേണുവിന് അറിയത്തില്ലായിരുന്നു അതെന്താണെന്ന്. ആ രേണുവായി വന്നിരുന്ന് സംസാരിക്കുന്നത്. രേണു ഒരുപാട് വഴക്ക് പറയുന്നുണ്ടായിരുന്നു കിച്ചുവിനെ, അവനെ ചേർത്ത് പിടിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ടോ? അപ്പം ഈ കഴിഞ്ഞ വരെയും ഈ 24-ാം തീയതി വരെയും ചേർത്ത് പിടിച്ചോണ്ടിരുന്നിട്ടും പിന്നെ പെട്ടെന്ന് എന്താണ് ചേർത്ത് പിടിച്ചില്ല എന്നൊക്കെ പറഞ്ഞത്? ഈ ചേർത്ത് പിടി എന്ന് ഉദ്ദേശിക്കുന്നത് വല്ലപ്പോഴും 200-300 രൂപ അയച്ചു കൊടുക്കുന്നതല്ല. അവന് വേണ്ട ഒരു സ്നേഹം, അവന് വേണ്ട ഒരു കെയർ, ഇതൊക്കെയാണ് അവൻ ഉദ്ദേശിച്ചത്. ഇതാണ് ആ ചോദിച്ച വ്യക്തി ഉദ്ദേശിച്ചത്. പക്ഷേ രേണു പറയാൻ കണ്ടില്ലേ, ഞാൻ 24-ാം തീയതി വരെ ഞാൻ ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു, എന്തോ പൈസ അയച്ചത്. രേണുവിന് മാത്രമേ ഇങ്ങനെ അഭിനയിക്കാൻ പറ്റൂ. രേണു വലിയ ഡയലോഗിൽ പറയുന്നുണ്ടല്ലോ, സ്വന്തം മകനാണ്, അവനെ ഞാൻ ചേർത്ത് പിടിച്ചതാണ് എന്നൊക്കെ. അവൻ എഗെയിൻസ്റ്റ് ആയിട്ട് ഓരോ മനുഷ്യരും വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് ഈ ഒരു വിഷയത്തിന് ശേഷം ആ വീഡിയോയുടെ എല്ലാം താഴെ പോയി രേണു കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ആ വീഡിയോസ് എല്ലാം എടുത്ത് വെച്ച് ഷെയറും ചെയ്തിട്ടുണ്ട്. ഇതിന് രേണുവിന് എന്തെങ്കിലും പറയാനുണ്ടോ? നിങ്ങളുടെ സ്വന്തമാണെങ്കിൽ നിങ്ങൾ എന്തിന് അവൻ എഗെയിൻസ്റ്റ് വരുന്ന വീഡിയോയുടെ താഴെ പോയി കമൻറ്റ് ചെയ്യണം? അതെടുത്ത് നിങ്ങൾ എന്തിന് റീഷെയർ ചെയ്യണം? സോ അതാ പറഞ്ഞേ, ഈ സ്ത്രീ വന്നിരുന്ന് കാണിക്കുന്ന കുറേ നാടകങ്ങളും ഉടായ്പകളും, ഇതിന് ജയ് പിടിക്കാനായിട്ട് കുറേ വായി നോക്കിയാൽ വേറെ ഇത്. എനിക്ക് നിന്നോടൊക്കെ പുച്ഛം മാത്രമാണ്. ഇവരെ അറ്റ്ലീസ്റ്റ് പറഞ്ഞ് തിരുത്താനെങ്കിലും ശ്രമിക്കും. അറ്റ്ലീസ്റ്റ് മീഡിയയുടെ മുന്നിലൊക്കെ വന്നിരുന്ന് ഇങ്ങനെയുള്ള ഡയലോഗൊന്നും പറയാതിരിക്കാൻ പറ. നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ എടുക്കുകയോ, നിങ്ങൾ വേറെ കല്യാണം കഴിക്കുകയോ, നിങ്ങൾ എന്തോ ചെയ്യും. പക്ഷേ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം, അത് ഭയങ്കരമായി അത് മിസ്യൂസ് ചെയ്യുന്നതിൻ്റെ പേരിലാണ് നമ്മളെല്ലാവരും നിങ്ങളെ വിമർശിച്ചിട്ടുള്ളത്. എനിക്കറിയില്ല, ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്തിട്ടുണ്ട്, നോക്കിയിട്ടുണ്ട്. 22 വയസ്സുള്ളൊരു കുട്ടിയാണ്, വളർന്നു വന്ന കുട്ടിയാണ്, പ്രായപൂർത്തിയായ കുട്ടിയാണ്. ഇനി അവനവന്റെ സ്വന്തം ഇതൊക്കെ തന്നെ പറഞ്ഞത് തന്നെ പിന്നെയും പറയുന്നത്, വേറെ കാര്യമൊന്നുമില്ല. എനിക്കറിയത്തില്ല അങ്ങനെ ഒരു പീഡനക്കാര്യം. എന്നോട് ആരോടൊക്കെ ചോദിച്ചു വല്ല അറിയാം, ഞാൻ എനിക്കറിയില്ല. അവനങ്ങനെ തെറ്റ് ചെയ്യാണ്ട് അവനങ്ങനെ പറയൂ, കാരണം ഇങ്ങനെ ചിലപ്പോൾ എനിക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം വരാം എന്നവൻ പറയണമെന്നുണ്ടെങ്കിൽ. അയ്യോ, എനിക്കറിയില്ലല്ലോ, എനിക്കറിയില്ല. എനിക്കറിയത്തില്ല അങ്ങനെ ഒരു പീഡനക്കാരം. എനിക്കറിയത്തില്ല അവൻ ആരെങ്കിലും പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന്. ഇതിനകത്ത് എന്തൊക്കെയോ സംതിങ് ഉണ്ട്. എന്തെങ്കിലും ഒരു കാലത്ത് ഇതൊക്കെ വെളിയിൽ വരുമായിരിക്കും. കാര്യം കിച്ചുവിനെ സംബന്ധിച്ച് അവൻ വെറുതെ വന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല പീഡനക്കാര്യത്തെ പറ്റിയിട്ട്. കാര്യം വേണമെങ്കിൽ അവരെന്തും ചെയ്യാം. വേണമെങ്കിൽ എനിക്കെതിരെ ഞാനൊരു പെണ്ണിനെ പീഡിപ്പിച്ചു എന്ന് വരെ വേണമെങ്കിൽ അവരൊക്കെ വന്ന് പറയാമെന്നാണ് അവൻ അതിനകത്ത് ഉദ്ദേശിച്ചത്. പക്ഷേ അതിൻ്റെ സത്യം എന്താണെന്ന് പ്രൂവ് ചെയ്യേണ്ടത് ഈ പറയുന്ന കിച്ചുവിൻ്റെ ഉത്തരവാദിത്വമാണ്. കാര്യം വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞത്. കാര്യം അവന് എന്തോ പ്രായമുണ്ട്. അവൻ്റെ ഈ ഒരു പ്രായത്തിൽ ഒരു പെണ്ണ് കേസും കാര്യങ്ങളൊക്കെ വന്ന് അവൻ്റെ ഫ്യൂച്ചർ പോയി. മനസ്സിലായില്ലേ? ഇപ്പം തന്നെ അവൻ ഒരു ഡ്രഗ് അഡിക്റ്റാ എന്ന് പറയുന്ന ഒരു സാധനം എല്ലാവരുടെയും ഇടയിൽ അറിയാം. അവനായിട്ട് വന്ന് കഥ കൺഫ്യൂസ് ചെയ്തിട്ടുമുണ്ട്. അത് തന്നെ അവൻ്റെ ലൈഫിൽ ഫ്യൂച്ചറിൽ എന്തുമാത്രം അത് ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങൾ കണ്ടറിഞ്ഞു. അവൻ ഇനിയിപ്പം ആ പറയുന്ന ഒരു ശീലം അവൻ കണ്ടിന്യൂ ചെയ്യുന്നില്ലെങ്കിൽ പോലും അവൻ ആ ഒരു ചീത്തപ്പേര് മാറാൻ ഭയങ്കര പാടായിരിക്കും. അതേപോലെ തന്നെ രേണു ഇപ്പം നൈസായിട്ട് അങ്ങ് ഒഴിഞ്ഞു മാറും. അതായത് എന്നെ കൊണ്ട് വാ തുറപ്പിക്കരുത്, വാ തുറന്നു കഴിഞ്ഞാൽ നീയൊക്കെ നാറും എന്നുള്ള ഒരു സാധനമാണ് രേണു ഇവിടെ ബിൽഡ് ചെയ്യുന്നത് സൈഡിൽ കൂടെ. മനസ്സിലായില്ലേ? രേണുവിൻ്റെ കൂടെ സപ്പോർട്ടിനായിട്ട് വേറെ കുറേ ആൾക്കാരും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തും അങ്ങ് ചെയ്യാം എന്നുള്ളൊരു വിചാരം രേണുവിൻ്റെ ആ ഒരു ഫേസിൽ നിന്നും പെരുമാറ്റത്തിൽ നിന്നും നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാം, രേണുവിൻ്റെ ചേച്ചിയും കുറേ ഡയലോഗൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോ ഇതിനകത്ത് വെക്കുന്നില്ല. കാര്യം അവർ സുധി മരിച്ച സമയത്ത് ഈ ഹോട്ടലിൽ കയറിയില്ല, 5 സ്റ്റാർ ഹോട്ടലിൽ. അത് ശരിക്കും പറഞ്ഞാൽ അത് കള്ളത്തരമാണ്. ചേച്ചിയുടെ ഹസ്ബൻഡ് ആ സമയത്ത് ആഹാരം പോലും കഴിക്കാതെ കിച്ചുവിൻ്റെ കൂടെ ഇരുന്നയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. കിച്ചു ആണ് ഇതെല്ലാം വന്ന് പബ്ലിക്കിൻ്റെ മുന്നിൽ പറഞ്ഞതല്ല, ഞങ്ങളാരും ഉണ്ടാക്കി പറഞ്ഞതല്ല. അവൻ വെറുതെ വന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ആ വീഡിയോയിൽ അവൻ ലിറ്ററലി കരയുന്നുണ്ട്. കരഞ്ഞുകൊണ്ടാണ് അവൻ ഓരോ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് സംഭവങ്ങൾ. എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.